ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിൻ്റെ വിജയം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ മാനസ. കൃഷിൻ്റെ കാര്യത്തിൽ സഹായം നൽകുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് ഇപ്പോൾ പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ കടന്നു വന്നിരിക്കുകയാണ്. യുവ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ഇപ്പോൾ ഗ്രാൻഡ് ലഭിച്ചതോടെ കൃഷിൻ്റെ കാര്യത്തിൽ പോസിറ്റീവായ വാർത്തകളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കൃഷ് വളരെയധികം സന്തോഷിക്കുന്നു. താൻ കാത്തിരുന്നതുപോലെ കാര്യങ്ങൾ ഒടുവിൽ സംഭവിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് കൃഷ്. കൺമണിയെ വിളിക്കുന്ന കൃഷ്, കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോൾ പോസിറ്റീവായി കാര്യങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കൃഷ് സാറേ, ഇപ്പോൾ കൃഷ് സാറിന് സന്തോഷമായി അല്ലേ? കൃഷ് സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം കൃഷ് സാർ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എന്ന്. കമ്പനി ഇനി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം കൃഷ് സാറെ. തോറ്റു കൊടുക്കരുത്. ഇല്ല കൺമണി, ഇപ്പോൾ കിട്ടിയ ആനുകൂല്യം നമ്മൾ നന്നായി മുതലെടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ കമ്പനി മുമ്പിലേക്ക് ഉയർത്തി കൊണ്ടുവരിക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു നീക്കം, അതാണ് ഇപ്പോൾ ഞാനും ആലോചിക്കുന്നത്. കൃഷ് സാറിന് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഈ കൺമണിയുണ്ട് കൂടെ. ആ കാര്യത്തിൽ കൃഷ് സാറിന് ഒരു സംശയവും വേണ്ട. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കൺമണി, നീ എൻ്റെ കൂടെ നിൽക്കും എന്ന് എനിക്ക് അതിൽ ഒരു സംശയവുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ വളരെയധികം ഹാപ്പിയാണ്. നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടുമില്ല. വേറെ ആര് എന്നെ കൈയൊഴിഞ്ഞാലും നീ എന്നെ കൈയൊഴിയുകയില്ല എന്നതാണ് സത്യം. അത് ഞാൻ മനസ്സിലാക്കുക കൂടി ചെയ്യുന്നു. ഞാൻ അത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ന്യായം. ഇതോടെ കൺമണി ഇനി പ്ലാനുകൾ ഞാൻ ചെയ്യാം എന്ന് വ്യക്തമാക്കുകയും കൃഷിൻ്റെ കമ്പനിക്ക് വേണ്ടിയുള്ള ഡിസൈനുകൾ തയ്യാറാക്കാൻ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ വാർത്ത ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന മാനസയൊന്ന് ഞെട്ടിപ്പോവുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക അവന് ലഭിക്കുന്നത്? അതിനുള്ള ഒരു യോഗ്യതയും ഇല്ലല്ലോ. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ പറയുകയാണ്, ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്കീമുകൾ അങ്ങനെയാണ്. സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി അവർ പൈസ മുടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കൃഷിന് ഇപ്പോൾ പൈസ ലഭിച്ചത്. ഇല്ല, ഇത് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ. കൃഷ് അങ്ങനെ വിജയിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്താ മാനസ ഈ പറയുന്നത്? കൃഷ് എവിടെ വിജയിച്ചു എന്നാണ്? ഇപ്പോഴും നമ്മൾ തന്നെയാണ് മാർക്കറ്റിൽ ലീഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു കമ്പനി, അതും കൃഷിൻ്റെ കമ്പനി വന്നിട്ട് എന്ത് സംഭവിക്കാനാ? നീ തന്നെ പറ. എനിക്കറിയാൻ പാടില്ല ഇതിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മാനസിയുടെയും എൻ്റെയും കമ്പനിയാണ്. നമ്മൾ രണ്ടുപേരും ചേർന്നാണ് കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ എനിക്കാരെയും പേടിക്കാനില്ല എന്നതാണ് സത്യം. മാനസിക്കെന്താ പേടിയുണ്ടോ ആരെയെങ്കിലും? മാനസ പറ. ഇത് കേട്ടതിനെ തുടർന്ന് മാനസിയൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെയല്ല, പക്ഷേ കൃഷിന് ഈ പൈസയൊക്കെ ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. അത് എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് തടയുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മാനസ, ഇത്രയധികം ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. ഒരു ചെറിയ തുകയല്ലേ കിട്ടിയത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതും കൃഷിനെയൊക്കെ പേടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകണമെന്ന് പറയുന്നത് തന്നെ വളരെ മോശം. മാനസിയെപ്പോലെയുള്ള ഒരാളുടെ മുൻപിൽ ഇങ്ങനെയൊക്കെ അവൻ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണോ
ഏയ്, എനിക്ക് അവനെ ഭയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. അതാണ് മാനസ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവനെ പോലെയുള്ളവരെയൊന്നും പേടിച്ചു നിൽക്കലല്ല. ഇതും പറഞ്ഞ് ബലരാമൻ പോകുന്നുവെങ്കിലും മാനസയുടെ മനസ്സിൽ ഉത്കണ്ഠ മാത്രമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കൃഷെങ്ങാനും വിജയിച്ചാലോ? എന്താകും അവസ്ഥ എന്ന ചോദ്യം അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം രാഹുലാകട്ടെ മാനസയിൽ നിന്ന് വിചാരിച്ചതുപോലെ ഒരു സഹായവും ലഭിക്കുന്നില്ല. താനെപ്പോഴും വിളിക്കുമ്പോൾ മാനസ ഒഴിഞ്ഞു മാറുകയാണല്ലോ എന്ന ചിന്ത മുന്നിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ച് കടന്നു വരുന്ന അവൻ മാനസയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. മാനസ ഈ അടുത്ത് എന്നെ ഒഴിവാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒഴിവാക്കാനോ? ഞാനോ? അതും രാഹുലിനെ? എന്താ രാഹുൽ അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ മാനസയ്ക്ക് വേണ്ടിയാണ് ഞാൻ കൃഷിനെ ഒഴിവാക്കിയത്. ഇപ്പോൾ മാനസ അതുപോലെ എന്നോട് ചെയ്യുന്നത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, അത് രാഹുലിൻ്റെ വെറും തെറ്റിദ്ധാരണയല്ലേ? രാഹുലിനോട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എങ്ങനെ രാഹുലിന് തോന്നി? രാഹുലിനെ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുലെ, നമുക്ക് കാര്യങ്ങൾ ഒരുമിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാം. എന്തു പറയുന്നു മാനസ? അപ്പോൾ നമുക്കൊരു പാർട്ടിക്ക് പോയാലോ ഇന്ന്? അയ്യോ, ഇന്നോ? ഞാൻ ബലരാമനുമായിട്ട് മറ്റൊരു പാർട്ടിയുടെ കാര്യം ഡീൽ ചെയ്തേക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണയും ഞാൻ മാനസയോട് പറഞ്ഞപ്പോൾ മാനസയ്ക്ക് ബലരാമനുമായി മീറ്റിംഗ് ഉണ്ട്, ഓഫീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പോയത്. ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചപ്പോൾ വീണ്ടും വേറെ എന്തോ മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നു. എന്നെ ഒഴിവാക്കുന്നത് പോലെയാ എനിക്ക് ഫീൽ ചെയ്തത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയല്ലേ? എൻ്റെ മുന്നിൽ രാഹുലിനുള്ള വിലയൊന്നും ബലരാമനില്ലെന്നേ. ബലരാമനൊക്കെ ഇന്നലെ വന്നവൻ. നീ അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ. ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കണം. ആ ഒരു കാര്യം നടത്തിയെടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മുമ്പിൽ വെച്ചുകൊണ്ടാണ് മുന്നിലേക്ക് നീങ്ങുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം? നീ ഇങ്ങനെ സേഡാവാതെ, നമുക്ക് ഉടൻ തന്നെ കാണാമെന്നേ മാനസയല്ലേ പറയുന്നത്. ഇതും പറഞ്ഞ് മാനസ വീണ്ടും എസ്കേപ്പ് അടിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ബലരാമൻ വീട് മാറുന്നതിന് വേണ്ടിയുള്ള സുജയുടെ തീരുമാനത്തെക്കുറിച്ച് അറിയുന്നത്. ഇതോടെ ഇതേപ്പറ്റി സംസാരിക്കുന്നതിനായി എത്തുകയാണ് അവൻ. ഇപ്പോൾ എന്തിനാണ് പെട്ടെന്നൊരു വീട് മാറുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ജ്യോത്സ്യം പറഞ്ഞിട്ട് മാറുന്നതാണ്, അല്ലാതെ വെറുതെ മാറുന്നതൊന്നുമല്ല. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ പിന്നെ ഞങ്ങളെന്ത് ചെയ്യാനാ? ഓ, ഇതപ്പോൾ ആ കൃഷിന് വേണ്ടിയാകും അല്ലേ? കൃഷിന് വേണ്ടി ഒന്നുമല്ല, ഇത് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി തന്നെയാണ്. ഈ വീടിൻ്റെ വാസ്തുദോഷം മൂലം വീട്ടിലുള്ള എല്ലാവർക്കുമല്ലേ ദോഷമുണ്ടാവുക, അല്ലാതെ കൃഷിന് മാത്രം ദോഷമുണ്ടാകുമോ? നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനോഭാവമാണ് ബലരാമ ഇപ്പോൾ നീ കാണിക്കേണ്ടത്. അല്ലാതെ വെറുതെ വാശി പിടിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതല്ലേ സത്യം? ബലരാമ, നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ആരെയും ഫേവർ ചെയ്യുന്നില്ല. നിന്റെ കൂടെ ചില കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ട്, അല്ലാതൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നീ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വെറുതെ വലിച്ച് ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. താൻ എന്തൊക്കെ പറഞ്ഞാലും
അമ്മ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് എതിർക്കാൻ നിൽക്കാതെ മുന്നിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും തനിക്കും നല്ലത്. ഇനി വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. ഇതിനിടയിൽ ദേവ്ജി ചെന്ന് കണ്ടിരിക്കുകയാണ് കൃഷിനെ. കൃഷേ, കൺഗ്രാജുലേഷൻസ്. നീ തോറ്റുപോകുമെന്ന് എല്ലാവരും കരുതിയപ്പോൾ അതിന് നിന്നുകൊടുക്കാൻ സൗകര്യമില്ല എന്ന് കാണിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയ കൃഷിന് എൻ്റെ വക അഭിനന്ദനങ്ങൾ. ഇത് കേൾക്കുന്ന കൃഷിന് സന്തോഷമാവുകയാണ്. ദേവ്ജി, എന്നെ കളിയാക്കിയതാണോ? അതെന്താറാ നീ അങ്ങനെ പറഞ്ഞ്? നിന്നെ കളിയാക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഇല്ല, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ. നീ എന്തിനാണ് എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നത്? നീ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ ഞാനില്ല എന്നാണോ പറയുന്നത്? അല്ല ദേവിജി, അങ്ങനെയൊന്നുമല്ല. പിന്നെ ദേ, വെറുതെ ആവശ്യമില്ലാതെ എന്നെ അങ്ങ് ചൊടിപ്പിക്കല്ലേ. നീ കമ്പനി തുടങ്ങുക, നിന്നെ സഹായിക്കാൻ ഞങ്ങളൊക്കെയുണ്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ദേവ്ജി. ദേവ്ജി അലിക ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരുമെന്ന്. കാരണം എന്താ? എന്താ? ഈ കൃഷി അവിടെ ഉള്ളതുകൊണ്ട്. അതല്ലേ ദേവ്ജി അതിൻ്റെ ഗുട്ടൻസ്? പിന്നെ അല്ല, കൃഷല്ലേ നമ്മളുടെ മെയിൻ. കൃഷിയില്ലാതെ പിന്നെ എന്ത് കാര്യം? ഞാൻ കൃഷിയുള്ളത് കൊണ്ട് ഈ ജോലി റിസൈൻ ചെയ്ത് അങ്ങോട്ട് വരിക തന്നെ ചെയ്യും. ഞാൻ മാത്രവുമല്ല, ഒരു പക്ഷേ മഹിപാലും. അവൻ്റെ കാര്യവും ശരിയാ. അവൻ വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇത് കേട്ടതോടെ ദേവ്ജിക്കും സന്തോഷമാവുകയാണ്. ഇതോടെ ദേവ്ജി കാര്യങ്ങളെല്ലാം സാഗറിനെയും സുജിയെയും അറിയിച്ചോ? അച്ഛനോട് പറയണം. അതെന്താടാ? സുജയോട് പറയുന്നില്ലേ? ഹേയ്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓ, ഇപ്പോഴും വാശിയിലാണോ? വാശിയൊന്നുമല്ല ദേവ്ജി, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒന്നും തന്നെയില്ല. ഞാൻ എന്തിനാണ് വെറുതെ വാശി പിടിക്കുന്നത്? ദേവ്ജി തന്നെ പറ. അയ്യോ, ഞാൻ ഇതിനിടയിലേക്ക് ഇല്ലേ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ദേവ്ജിയില്ല. നിങ്ങൾ തമ്മിൽ തന്നെ തീർത്തോളൂ. ഇവിടെ ഒന്നും തീർക്കാനില്ല ദേവ്ജി, എല്ലാം തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദേവ്ജിയും സേഫാണ്. ദേവ്ജി ഇനി ഇതിൻ്റെ പേരിൽ ഒരു ടെൻഷനും അടിക്കണ്ട. കമ്പനിയുടെ കാര്യങ്ങൾ ഇനി ഞാൻ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകും. അതിൽ ഒരു മാറ്റവുമില്ല. അല്ല, എന്തു പറഞ്ഞു? കൺമണി വളരെ ഹാപ്പിയല്ലേ? കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നതിൽ അവളും ഹാപ്പിയാണ്. പക്ഷേ ഈ കാര്യം ഉടൻ തന്നെ മാനസ അറിയും. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? അവൾ അറിയാതെ ഒരു കാര്യവും ഇനി നടക്കില്ല. ഇത് കേട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ശരിയാ ദേവ്ജി, അവളുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അതിലൊരു പേടിക്കാനായിട്ടൊന്നുമില്ല. അവൾ ഇതല്ല, ഇതിനപ്പുറം പ്ലാനുകളുമായിട്ട് കടന്നു വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ കൃഷ് പിറകിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനുള്ള തിരിച്ചടി ഈ കൃഷ് കൊടുക്കുക തന്നെ ചെയ്യും. ഓഹോ, ഇപ്രാവശ്യം കോൺഫിഡൻസിലാണല്ലോ. പിന്നെ അല്ലാതെ, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചവിട്ടി താഴ്ത്തിയതല്ലേ ആ മാനസയും. അതുപോലെ തന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് രാഹുലും. ദേവ്ജിയും അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ജയിച്ച് കാണിക്കുക തന്നെ ചെയ്യും. അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അതിൽ ഒരു മാറ്റവുമില്ല. കാര്യങ്ങൾ ഇനി മുന്നിലേക്ക്. ഇത്
കൃഷ് ഉറപ്പിച്ച് എടുത്ത തീരുമാനം തന്നെയാണ്. മാറ്റമില്ല. ഇത് കേട്ട് ദേവ്ജിക്കും സന്തോഷമാവുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.